ഹായ് ഷെമീൻ സാറാണ്. അപ്പൊ ഇന്ന് മാഷ് എന്തിനാ വന്നതെന്ന് വെച്ചാല് നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ വോളിയം എന്നുള്ള പാഠത്തുനിന്ന് തന്നെയുള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നിങ്ങളെ പരിചയപ്പെടുത്താൻ കേട്ടോ. മിക്ക എക്സാമിനും ചോദിച്ചിട്ടൊക്കെ ഉള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് പരിചയപ്പെടുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഇപ്പോൾ നമ്മുടെ എല്ലാ 6ാം ക്ലാസ്സിലെ കൂട്ടുകാർക്കും ഈ വീഡിയോ വെച്ചെടുക്കുക. പിന്നെ അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പരിചയപ്പെട്ടാലോ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിന്റെ പേര് വോളിയം അഥവാ വ്യാപ്തം എന്നാണ്. അതുപോലെ വ്യാപ്തം കണ്ടെത്തിയാൽ നമ്മൾ അതിന്റെ കൂടെ ക്യൂബിക് സെന്റിമീറ്റേഴ്സ് ആഡ് ചെയ്യാറുണ്ട് അല്ലെ. സെന്റിമീറ്ററിലെ 3 അളവുകൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് വോളിയം കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ക്യൂബിക് സെന്റിമീറ്റേഴ്സ് വോളിയത്തിന്റെ ഉത്തരത്തിന്റെ കൂടെ നമ്മൾ എഴുതാറുണ്ട് അല്ലെ. ചിലർ CC എന്നൊക്കെ ആയിരിക്കും എഴുതിയിട്ട് പരിചയമുള്ളത്. എന്താണ് അതിന്റെ ഫുൾ ഫോം? ക്യൂബിക് സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ചതുരക്കട്ടയുടെ ഒരു ക്യൂബോയിഡ് അല്ലെങ്കിൽ റെക്ടാങ്കുലർ ബോക്സ് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഒരു റെക്ടാങ്കുലർ ബോക്സിന്റെ വോളിയം നിങ്ങൾ കണ്ടെത്തി. അതിന്റെ വോളിയം 1000 ക്യൂബിക് സെന്റിമീറ്റേഴ്സ് ആണെന്ന് വിചാരിക്കുക. 1000 ക്യൂബിക് സെന്റിമീറ്റേഴ്സ് ഉള്ള ഒരു റെക്ടാങ്കുലർ ബ്ലോക്കിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളുമെന്ന് നിങ്ങളോട് ചോദിച്ചാലോ? ആ കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് കേട്ടോ. 1000 ക്യൂബിക് സെന്റിമീറ്റേഴ്സ് ഉള്ള ഒരു റെക്ടാങ്കുലർ ബോക്സിൽ 1 ലിറ്റർ വെള്ളം കൊള്ളും. 1000 ക്യൂബിക് സെന്റിമീറ്റേഴ്സിൽ 1 ലിറ്റർ വെള്ളം കൊള്ളും. അങ്ങനെയാണെങ്കിൽ വോളിയം 2000 ക്യൂബിക് സെന്റിമീറ്റർ ആണെങ്കിലോ അത് 2000 CC 2000 ക്യൂബിക് സെന്റിമീറ്റർ ആണെങ്കിൽ വോളിയം 2000 ക്യൂബിക് സെന്റിമീറ്ററിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും നിങ്ങളോട് ചോദിച്ചാലോ? 2000 ക്യൂബിക് സെന്റിമീറ്ററിൽ 2 ലിറ്റർ വെള്ളം കൊള്ളും. 2 ലിറ്റർ അല്ലെ. ഇത് നോക്കിയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. അങ്ങനെ 3000 ക്യൂബിക് സെന്റിമീറ്ററിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? 3 ലിറ്റർ വെള്ളം കൊള്ളും. 3 ലിറ്റർ വെള്ളം കൊള്ളും. ക്യൂബിക് സെന്റിമീറ്ററിനെ ലിറ്ററിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആണ്. ക്യൂബിക് സെന്റിമീറ്ററിനെ ലിറ്ററിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പിറകിലുള്ള 3 പൂജ്യം മായ്ച്ചു കളഞ്ഞാൽ മതി. ഇപ്പൊ ലിറ്ററിലോട്ടായി. അങ്ങനെയാണെങ്കിൽ ലിറ്ററിനെ ക്യൂബിക് സെന്റിമീറ്റേഴ്സിലോട്ട് മാറ്റാനോ? അത് അതിനേക്കാൾ സിമ്പിളാ. ലിറ്ററിനെ ക്യൂബിക് സെന്റിമീറ്ററിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പിറകില് 3 പൂജ്യം ഇട്ട് കൊടുത്താൽ മതി. കണ്ടോ? 2 ലിറ്ററിന് എത്ര ക്യൂബിക് സെന്റിമീറ്റർ ആന്ന് ചോദിച്ചാല് 2 ലിറ്ററിന് ക്യൂബിക് സെന്റിമീറ്ററിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് 2ന്റെ പിറകിൽ 3 പൂജ്യം ഇട്ട് കൊടുക്കുക. അപ്പൊ എത്ര? 2000 ക്യൂബിക് സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ 5 ലിറ്റർ എത്ര ക്യൂബിക് സെന്റിമീറ്റർ ആന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? എത്ര ക്യൂബിക് സെന്റിമീറ്ററിലാണ് 5 ലിറ്റർ കൊള്ളുക? 5ന്റെ പിറകില് 3 പൂജ്യങ്ങൾ ഇട്ട് കൊടുത്താൽ അതിനെ ക്യൂബിക് സെന്റിമീറ്ററിലോട്ട് മാറ്റാ. എത്ര? 5000 ക്യൂബിക് സെന്റിമീറ്റർ. 5000 CC അല്ലേ. ഇത്രേ ഉള്ളൂ. അപ്പോ ലിറ്ററിനെ ക്യൂബിക് സെന്റിമീറ്ററിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അതിന്റെ പിറകില് 3 പൂജ്യം ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ക്യൂബിക് സെന്റിമീറ്ററിന് ലിറ്ററിലോട്ട് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? പിറകിലുള്ള 3 പൂജ്യം മായ്ച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് തരാണേ. ഇവിടെ എന്താ പറഞ്ഞത്? ഇത് ഇന്നർ സൈഡ് ഓഫ് റെക്ടാങ്കുലർ ടാങ്ക് ആർ 70 സെന്റിമീറ്റേഴ്സ് 80 സെന്റിമീറ്റേഴ്സ് 90 സെന്റിമീറ്റേഴ്സ്. ഒരു റെക്ടാങ്കുലർ ടാങ്കിന്റെ ഉൾഭാഗത്തുള്ള അളവുകളാ തന്നത്. നീളവും വീതിയും ഉയരവാ തന്നത്. എന്താണ്? 70 80 90. ലെങ്ത്തും ബ്രെഡ്ത്തും ആയിട്ട് എന്താ? 70 80 90. എവിടെ എഴുതി തരാം? ലെങ്ത് 70, ബ്രെഡ്ത്ത് 80, അതുപോലെ ഹൈറ്റ് 90. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും തന്നാൽ വോളിയം കാണാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ഇതിന്റെ തൊട്ടുമ്പത്തെ വീഡിയോയിലും ലൈവിലായിട്ട് പഠിച്ചതാണല്ലേ. എങ്ങനെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റ് തന്നാൽ വോളിയം കാണാ? ആ ലെങ്ത്തിനും ബ്രെഡ്ത്തിനെയും ഹൈറ്റിനെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോ 70 സെന്റിമീറ്ററും 80 സെന്റിമീറ്ററും 90 സെന്റിമീറ്ററും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? അതിന്റെ വോളിയം കിട്ടും. വോളിയം എന്താണ്? 70 80 90 മൾട്ടിപ്ലൈ ചെയ്താൽ 504 പിറകിലൊരു 3 പൂജ്യം കിട്ടും. എത്ര? 5,04,000. 5,04,000 ആണ് 70 80 90 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഉത്തരം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടിയ 5,04,000
5,04,000 എന്താണ്? ക്യൂബിക് സെന്റിമീറ്റർ. നമുക്ക് എല്ലാവർക്കും അറിയാം വോളിയത്തിന്റെ ഉത്തരത്തിന് കൂടെ നമ്മൾ എപ്പോഴും ക്യൂബിക് സെന്റിമീറ്റർ നേടുകയും അളവുകൾ സെന്റിമീറ്ററിലാണ് തന്നെങ്കിൽ ക്യൂബിക് സെന്റിമീറ്റർ നേടുകയും അളവുകൾ മീറ്ററിലാണ് തന്നതെങ്കിൽ ക്യൂബിക് മീറ്ററിന് വോളിയത്തിന്റെ ഉത്തരത്തിന്റെ കൂടെ നമ്മൾ ഏഡ് ചെയ്യും. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത്. അപ്പൊ എന്താ? 5,04,000 cc ക്യൂബിക് സെന്റിമീറ്റർ. ക്യൂബിക് സെന്റിമീറ്റർ നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് വോളിയം കിട്ടി. എത്ര? 5,04,000 ക്യൂബിക് സെന്റിമീറ്റർ. പക്ഷെ നമ്മളോട് ചോദിച്ചത് എന്താ നോക്കി? ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ക്യാൻ ഇറ്റ് കണ്ടെയ്ൻ. അതിന്റെ ഉള്ളിലുള്ള വോളിയം കണ്ടെത്തി. പക്ഷെ അതിനുള്ളിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്നാണ് ചോദിച്ചത്. വോളിയം കിട്ടിക്കഴിഞ്ഞാല് ലിറ്ററിലോട്ട് മാറ്റാൻ നമുക്കറിയാലോ. ക്യൂബിക് സെന്റിമീറ്ററിന് ലിറ്ററിലോട്ട് മാറ്റാൻ വേണ്ടി നമുക്കറിയാലോ. എന്ത് ചെയ്താൽ മതി? പിറകിലുള്ള 3 പൂജ്യങ്ങൾ മായ്ച്ചു കളഞ്ഞാ മതി അല്ലെ. അപ്പൊ ഇത് 504 പിറകിലൊരു 3 പൂജ്യം ഉള്ള ഒരു ഉത്തരാണ് നമുക്ക് അതിന്റെ വോളിയം ആയിട്ട് കിട്ടിയത്. അപ്പൊ ഇതിന് എത്ര ലിറ്റർ ആണെന്ന് ചോദിച്ചാൽ എന്താ പറയാ? പിറകിലുള്ള 3 പൂജ്യം മായ്ച്ചു കളഞ്ഞാൽ എന്താ കാണുക? 504. ശരിയാണ്. അപ്പൊ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? 504 ലിറ്റർ. ക്യൂബിക് സെന്റിമീറ്ററിനെ ലിറ്ററിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പിറകിലുള്ള 3 പൂജ്യങ്ങൾ മായ്ച്ചു കളഞ്ഞാൽ മതി. അപ്പൊ ഇത് 5,04,000 ക്യൂബിക് സെന്റിമീറ്റർ വോളിയം ഉള്ള ടാങ്കിന്റെ ഉള്ളില് എത്ര ലിറ്റർ വെള്ളം കൊള്ളും? 504 ലിറ്റർ വെള്ളം കൊള്ളും. അപ്പൊ ഇതുപോലെ ക്യൂബിക് സെന്റിമീറ്ററിനെ ലിറ്ററിലോട്ട് മാറ്റാനും ഇനി നേരെ തിരിച്ച് ലിറ്റർ തന്നാല് ക്യൂബിക് സെന്റിമീറ്ററിലോട്ട് മാറ്റാനും നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ എക്സാമിന് വരാനുണ്ട്. അപ്പൊ എല്ലാവരും ഫുൾ മാർക്ക് നേടാം. അതേപോലെ മാഷ് ഒരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മിക്കുകയാണ്. ഇതിന് മുമ്പേ എങ്ങനെ വോളിയം കണ്ടെത്താനുള്ള കുറിച്ചൊക്കെ മാഷ് വീഡിയോ ചെയ്തിരുന്നു, അതുപോലെ ലൈവും ചെയ്തിരുന്നു. അപ്പോൾ വോളിയം കണ്ടെത്താൻ അറിയാത്ത മക്കളൊക്കെ അത് കാണുക, എന്നിട്ട് വോളിയം കണ്ടെത്തുന്നതിനെ കുറിച്ച് പഠിക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി മാഷ് ഓർമ്മിക്കുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവർ പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മൾ 6 എല്ലാ കൂട്ടുകാർക്കും ഇപ്പോൾ ഇനി വീഡിയോ അയച്ചെടുക്കാനും മറക്കരുത്. മാഷ് ഇനി ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നിങ്ങൾ കാണാം. ബൈ ബൈ.